ലൈവിൽ പോകണമെന്ന് എനിക്ക് വലിയ പ്രയാസമുണ്ട്. എനിക്ക് സാധാരണ ഒരു ശുശ്രൂഷ ചെയ്യുന്ന ഒരു ഭയമാണ്. കാരണം ഇതിങ്ങനെ പോകുമല്ലേ സ്വന്തം. അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ ഒരു ഭയം എൻ്റെ ഉള്ളിലുണ്ട് സ്വന്തം. എങ്കിലും നല്ലത് നിങ്ങൾ നേരിട്ട് നല്ലത് മാത്രം ചെയ്യുക. അതുകൊണ്ട് ഞാൻ ഭയത്തോടെ എല്ലാവരും മൊബൈൽ പിടിക്കുമ്പോഴൊക്കെ ഞാൻ പറയാറുള്ള കാര്യമാണ്. പക്ഷെ മൊബൈൽ പിടിക്കണമല്ലോ, അതൊരു കാര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ശുശ്രൂഷ ഉണ്ടെന്ന് അറിയുകയും ചെയ്യുന്നത്. ഇതെല്ലാം അത് തന്നെ നിങ്ങൾ നല്ല രീതിയിലാണ് ചെയ്ത് ചെയ്താലും എവിടെയും ഒരു വിമർശനമുണ്ട് സ്വന്തം. അപ്പം നിങ്ങളെല്ലാം പ്രാർത്ഥിക്കണം സ്വന്തം. അപ്പം ചെറുപ്രായത്തിലെ വലിയ വിദ്യാഭ്യാസമൊന്നും പറയാനില്ല. പിന്നെ സാക്ഷ്യം പറയുമ്പോൾ ചുരുക്കി പറയുന്നത് അതും ഭയങ്കര ഭാരം. പെട്ടെന്ന് പറയണം. ചെറിയ പ്രായത്തിൽ തന്നെ വിവാഹം കഴിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ചെറിയ പ്രായത്തിൽ വലിയ പഠിത്തമൊന്നും ഇല്ലാട്ടില്ല. പഠിത്തം ഇല്ലാത്തതുകൊണ്ട് സ്വന്തം ഞാൻ ചെറുപ്പം മുതലേ നാട് വിട്ടുപോയ ഒരു കാലഘട്ടം. അങ്ങനെ നാട് വിട്ടുപോയി ഒരു കമ്പനി ചെന്നു. അവിടെ ഞാൻ 8ാം ക്ലാസ് വരെ പഠിച്ചിട്ടുണ്ട്. 8ാം ക്ലാസ് വരെ പഠിച്ചെന്ന് പറഞ്ഞാൽ 19 വയസ്സ് 8ാം ക്ലാസ് വരെ പഠിച്ചെന്ന് പറയുമ്പോൾ പഠിത്തത്തിന് വിദ്യാഭ്യാസം നിങ്ങൾക്കറിയാം. അപ്പോൾ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ 19 വയസ്സുണ്ട്. പോയി കമ്പനിയിലോട്ട് പോയി. അങ്ങനെ പോയി കഴിഞ്ഞാൽ അവിടെ നിന്ന് ഒരു പെൺകുട്ടിയെ കാണുവാനിടെ ആ പെൺകുട്ടിയെ തന്നെ ഞാൻ പെട്ടെന്ന് അങ്ങ് തിരികെ. കാരണം പറഞ്ഞ സമയം എനിക്ക് കീപ്പ് ചെയ്യാൻ പറ്റുന്നില്ല സ്വന്തം. പെൺകുട്ടിയെ കണ്ടു, ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഞാൻ അവിടെ വെച്ച് കല്യാണം നടത്തി. കല്യാണമായിട്ടല്ല, വിളിച്ചുകൊണ്ടേക്ക് പോകുന്നു. വിളിച്ചോണ്ട് പോകുന്നു. അങ്ങനെ ഞാൻ അങ്ങനെ പ്രിയ സഹോദരി കല്യാണം കഴിച്ചു. അങ്ങനെ ഞാൻ അവിടെ കണ്ണൂരിൻ്റെ പ്രദേശത്തേക്ക് ആയിരുന്നു. കണ്ണൂർ പ്രദേശത്തായിരുന്നു ഞാൻ അവിടെ ജോലി ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ ഞങ്ങളുടെ നാട്ടിൽ നിന്ന് ഒരു പയ്യൻ അവിടെ വന്നു എന്നെ കണ്ടു. എന്നോട് പറഞ്ഞു, എന്താ നീ ഇവിടെ ആണോ, നീ നാട്ടിലോട്ട് വരുന്നില്ലേ എന്ന് ചോദിക്കാനിടയായി. ഞാൻ പറഞ്ഞു, നാട്ടിലോട്ട് വരുന്നില്ല. കാരണം എൻ്റെ വീട്ടിലെ 4 സഹോദരന്മാരിൽ ഏറ്റവും ഇളയതാണ് ഞാൻ. അവരിലൊക്കെ മുൻപേ കല്യാണം കഴിക്കുവാന്നൊക്കെ കൊണ്ടും ഇടയായി. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അവരെ ഫേസ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്, ഞാൻ വരുന്നതെന്ന് പറഞ്ഞാൽ. അങ്ങനെയല്ല, നിൻ്റെ അമ്മ എന്നെ തിരക്കുന്ന ആ കാലഘട്ടങ്ങളിൽ 20 വർഷം മുൻപ് കാലഘട്ടങ്ങളിലൊന്നും മൊബൈലൊന്നും ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ എന്നോട് പറഞ്ഞു അവർ എഴുത്തെഴുതി അവൻ വീട്ടിലേക്ക് അയച്ചിട്ട് പറഞ്ഞു, ഇതേപോലെ ഇന്ന ആളിവിടെ ഉണ്ട് പറയാനിടെ. അങ്ങനെ ഞാൻ കരഞ്ഞു. ഭവനത്തിൽ എൻ്റെ ചേട്ടന്മാരെന്നെ അവിടെ തിരക്കി വന്നു. അങ്ങനെ ഞാൻ നാട്ടിൽ എന്നോട് പറഞ്ഞ് വീട്ടിലേക്ക് വരണമെന്ന് പറയാൻ വന്നപ്പെട്ടേ. അങ്ങനെ ഞാൻ വീട്ടിലേക്ക് എന്നോട് ഞാൻ വരത്തില്ലെന്ന് പറഞ്ഞു. പക്ഷേ എല്ലാം വരണമെന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ എൻ്റെ സ്വന്തം ദേശത്തേക്ക് വരുവാൻ കൊണ്ടപ്പെട്ടേ. അങ്ങനെ അവിടെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ചേട്ടന്മാരെല്ലാം ആരും കല്യാണം കഴിച്ചിട്ടില്ല. എനിക്കൊരു മകൾ ജനിക്കും എന്നൊക്കെ ഉണ്ട്. ആ ദിനം ജൂലൈ ആയിരുന്നു. ജൂലൈ ആയതുകൊണ്ട് വെള്ളപ്പൊക്കം ആയതുകൊണ്ട് സ്വന്തം അപ്പോൾ വലിയ പാടായിരുന്നു അവിടെ നിൽക്കാൻ. വെള്ളപ്പൊക്കം പൊങ്ങി വരുമ്പോൾ പറ്റില്ല. അങ്ങനെ അടുത്തൊരു ഹോസ്പിറ്റലിൽ ചെന്ന് ചോദിച്ചു, അവിടെ നിന്ന് കിടക്കട്ടെ എന്ന് ചോദിച്ചു. ക്യാമ്പ് തുറന്നില്ല. അങ്ങനെ ഹോസ്പിറ്റലിൽ കിടക്കട്ടെ എന്ന് പറഞ്ഞു. അവിടെ കിടക്കാൻ പറ്റുന്നില്ല. പ്രതിരോധ ശക്തി കുഞ്ഞുങ്ങൾക്ക് കുറവായതുകൊണ്ട് അവിടെ കിടക്കാൻ പറ്റില്ല. അതുകൊണ്ട് പറ്റത്തില്ലെന്ന് പറയാനിടയായി. അങ്ങനെ ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരുടെ വീട്ടിലേക്ക് പോകാനിടയായി. അവിടെ ചെന്ന് അങ്ങനെ ജീവിച്ച ഒരു കാലഘട്ടം. അവിടെ ചെന്നപ്പോൾ എൻ്റെ അളിയന്മാരെല്ലാം ചണ്ടമേളക്കാരും വായനക്കാരും ഒക്കെയാണ്. അവിടെ ഞാൻ അവരുമായിട്ടൊക്കെ കൂടി അവരുമായിട്ടുള്ള കലാപരിപാടികളൊക്കെ ഏർപ്പെടുന്നതൊക്കെ കൊണ്ട് ഇവിടെയായി. അങ്ങനെ എനിക്ക് രണ്ടാമതൊരു മകൻ ജനിക്കുമെന്നൊക്കെ കൊണ്ട് ഇവിടെയായി. അങ്ങനെ രണ്ടാമതൊരു മകൻ ജനിക്കാനുള്ള സമയത്ത് നടക്കേണ്ട സമയത്ത് അവൻ നടന്നില്ല. ഒത്തിരി ഭാരപ്പെട്ട് ഒത്തിരി ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്തെങ്കിലും അവിടെ നിന്ന് വിടുതൽ ലഭിക്കുവാനിടയായില്ല. അങ്ങനെ ഞാൻ ഒരു വിടുതൽ ലഭിക്കുവാനിടയില്ല. അങ്ങനെ എൻ്റെ വീടിൻ്റെ താഴെ തന്നെ ഒരു ദൈവദാസനും ഉണ്ടായിരുന്നു. അവരെന്നോട് ഞങ്ങളോട് സുവിശേഷം എപ്പോഴും പറയുമായിരുന്നു. പക്ഷേ ഞങ്ങളാരും അംഗീകരിക്കത്തില്ലായിരുന്നു. കാരണം ഞാനിങ്ങനെ ചെണ്ടമേളമൊക്കെ ആയിട്ട് നടക്കുന്നുണ്ട്. അങ്ങനെ പറ്റത്തില്ലായിരുന്നു. എനിക്ക് ഇഷ്ടമല്ലായിരുന്നു, താല്പര്യമില്ലായിരുന്നു. ഞാനൊരു മന്ത്രവാദിയുടെ മകനായതുകൊണ്ട് എനിക്ക് അതിനകത്തോട്ട് വലിയ താല്പര്യമൊന്നും ഇല്ലായിരുന്നു. സ്വന്തം ഞങ്ങൾ ദൈവങ്ങളുണ്ടല്ലോ എന്നുള്ള ആ ചിന്തയിലായിരുന്നു സ്വന്തം. അങ്ങനെ അവർ നിരന്തരം ഇങ്ങനെ പറയുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞു, എൻ്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ അന്നൊന്ന് പോകാമെന്ന് പറഞ്ഞ് അങ്ങനെ ഒരു പ്രാർത്ഥനയ്ക്കായി കടന്നുപോയി കഴിഞ്ഞപ്പം അവിടെ പ്രാർത്ഥനയ്ക്കായി കടന്നുപോയി. എൻ്റെ മകനെ മേളിൽ കിടത്തിയിട്ട് താഴത്തെ വീട്ടിലേക്ക് പ്രാർത്ഥനയ്ക്കായി കടന്നുപോയി കഴിഞ്ഞപ്പോൾ സ്വന്തം എൻ്റെ മകൻ മേളിൽ കിടക്കുകയാണ്. അവനെ ഞാൻ പലപ്പോഴും ഇങ്ങനെ പിടിച്ചങ്ങനെ നിർത്താറുണ്ട്. നിൽക്കുമ്പോഴൊന്നും അവൻ നിൽക്കത്തില്ല. അവനെ അങ്ങ് വീടുമായിരുന്നു. അങ്ങനെ അവൻ നിൽക്കത്തില്ല. മറ്റുള്ള പിള്ളേരെല്ലാം തുള്ളി കളിക്കുമ്പോൾ സ്വതന്ത്രം അവൻ നിരങ്ങത്തെ ഉള്ളായിരുന്നു, ഇരുന്ന് നിരങ്ങത്തെ ഉള്ളായിരുന്നു. അങ്ങനെയുള്ള അവസ്ഥയായിരുന്നു. ഒത്തിരി പ്രയാസങ്ങളൊക്കെ ഉണ്ടായിരുന്നു സ്വതന്ത്രം. എങ്കിലും അങ്ങനെ ഒരു ദിവസം അങ്ങനെ ആ താഴത്തെ വീട്ടിൽ പ്രാർത്ഥനയ്ക്കായി കടന്നു കഴിഞ്ഞപ്പം സ്വതന്ത്രം അവിടെ പ്രാർത്ഥന നടത്തുന്നത് എൻ്റെ മകനെ മേളിൽ കിടത്തിയിരിക്കുന്നു. സ്വതന്ത്രം പെട്ടെന്ന് ഞങ്ങളുടെ ജ്യേഷ്ഠത്തി വലുതായിട്ട് ഇങ്ങനെ കരഞ്ഞ് കൂവാൻ തക്കൊണ്ട് ഇവിടെ ഭയങ്കരമായിട്ട് കരയുക സ്വതന്ത്രം. എല്ലാവരും ഓടി വന്നപ്പോൾ എന്താണ് പറയുവാൻ തോക്കട്ടെ ഓടി വന്നപ്പോൾ എന്താ പറയുക,
ഇവനിങ്ങനെ ഭിത്തിയിൽ ഇങ്ങനെ പിടിച്ച് നിൽക്കുവാൻ തക്കവണ്ണം പടയ ഒരിക്കലും അവരുടെ നിൽക്കത്തില്ലായിരുന്നു. നിൽക്കുവാൻ തക്കവണ്ണം പടയ അങ്ങനെ പ്രിയപ്പെട്ടോടെ ഞാൻ കർത്താവായ യേശുവിനെ അറിഞ്ഞ് ജീവിക്കാൻ പോകാന്ന് പറയാൻ തക്കവണ്ണം പടയ ഞാൻ പറഞ്ഞു നീ പോയിക്കോ, ഞാൻ വരത്തില്ലെന്ന് പറയാനിടെ. അങ്ങനെ കുറച്ച് നാൾ കഴിഞ്ഞ് ഞാനും ഒരു തീരുമാനമെടുത്ത് സ്വതം ഞാനും ദൈവത്തെ അറിയാൻ തക്കവണ്ണം പെട്ടെന്ന് ചുരുക്കട്ടെ പിന്നെ സ്വതം ഞാനും പോകുവാനിടെ. അങ്ങനെ ഞാനും കർത്താവിനെ അറിഞ്ഞ് ജീവിക്കുവാനെടുത്തേക്കൊണ്ട് ഇവിടെ അങ്ങനെ കർത്താവിനെ അറിഞ്ഞപ്പോൾ ഒത്തിരി പ്രയാസങ്ങളും പ്രതിസന്ധികളും ഒക്കെ ജീവിതത്തിലേക്ക് ആഞ്ഞടിച്ചു. അവിടേക്കും ദൈവം പിടിച്ചു നിർത്തുവാൻ കൊണ്ട് അങ്ങനെ അടൂരിൻ്റെ പ്രദേശത്തായിരുന്നു. അവിടെ ഞാൻ വാടകയ്ക്ക് താമസിക്കുമായിരുന്നു. വാടകയ്ക്ക് താമസിച്ചപ്പോൾ സമയത്തൊക്കെ ഒത്തിരി പ്രയാസങ്ങളൊക്കെ വന്നായിരുന്നു. ജോലിയില്ലാത്ത കാലഘട്ടം. എനിക്ക് എൻ്റെ കാലിനൊരു വേദന വന്നപ്പോൾ സ്വന്തം 3 മാസം ഞാൻ ഉറങ്ങിയിട്ടില്ല. 3 മാസം ജോലിക്ക് പോയില്ല സ്വന്തം. അങ്ങനെ ജോലിക്ക് പോകാൻ തോന്നുമ്പോൾ വലിയ ബുദ്ധിമുട്ടായിരുന്നു സ്വന്തം. പക്ഷേ അപ്പോഴേക്കും ദൈവശ്രേഷ്ഠമായി എന്നെ നടത്തുവാൻ തക്കവണ്ണം ഇടയായി സ്വന്തം. ബാലസിംഹം ഇരുവിട്ടാതെ വിശന്നിരിക്കും യഹോവയെ അന്വേഷിക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും കുറവില്ല. ശ്രേഷ്ഠമായി ദൈവം നടത്തുവാൻ തക്കണം. അപ്പോൾ ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവർ പറഞ്ഞ് ഇനി ഇവിടെ എന്നിട്ട് കാര്യമില്ല, സ്വന്തം ദേശത്തേക്ക് പോയി കർത്താവായ യേശുവിനെ ഒന്ന് നമുക്ക് വെളിപ്പെടുത്തണമെന്ന് പറയാൻ സ്വന്തം ദേശത്തേക്ക് വരുവാൻ തക്കവണ്ണം ഇടയായി. അങ്ങനെ അവിടെ നിന്ന് കർത്താവായ യേശുവിനെ ഉയർത്തുവാൻ തക്കവണ്ണം ഇടയായി സ്വന്തം. അങ്ങനെ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരുന്ന കാലഘട്ടങ്ങളിൽ പെട്ടെന്ന് 2015 സ്വന്തം ഞാൻ പെട്ടെന്ന് സാക്ഷ്യം പറഞ്ഞിരുന്നു സ്വന്തം. അപ്പോൾ 2015 സ്വന്തം ഞാൻ ജോലിക്കായി കടന്നു പോകാൻ വേണ്ടി ഒരു അമ്പലപ്പുഴയായിരുന്നു ജോലിക്കായി കടന്നു പോകാൻ ഒരുങ്ങി സമയത്ത് എൻ്റെ പ്രിയപ്പെട്ട രാവിലെ പ്രഭാതത്തിൽ എണ്ണിച്ച് ഭക്ഷണം ഉണ്ടാക്കുന്ന സമയത്ത് തനിക്കൊരു പുറത്തൊരു വേദന വരുവാൻ തക്കൊണ്ടപ്പെടെ. അങ്ങനെ വേദന വന്നപ്പോൾ ഒത്തിരി ഭാരപ്പെട്ടു സ്വതം. ഞാൻ കുറച്ച് തീരെ കൊടുത്തിട്ടുണ്ട്. അവിടെ നിന്ന് കുഴപ്പമില്ലെന്ന് പറയാൻ ഇടയായി സ്വതം. എങ്കിൽ ആ വേദന കുറച്ച് നിൽക്കുവാൻ തക്കൊണ്ടും ഇടയായി. അങ്ങനെ കുറച്ച് നിന്ന് സ്വതം. അങ്ങനെ 6 മണിയാകുമ്പോൾ പറഞ്ഞു ഇനി പറ്റുന്നില്ല, വേദന സഹിക്കുന്നില്ല, അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞ് ദേവദാസനെ വിളിച്ചു. ഫോൺ വഴി പ്രാർത്ഥിച്ചു. അടുത്ത ഒരു ഹോസ്പിറ്റലിലേക്ക് പോകാമെന്ന് പറയാനിടയായി. അങ്ങനെ ആ ഹോസ്പിറ്റലിലേക്ക് കടന്നു ചെല്ലുവാനിടയായി. അങ്ങനെ അവിടെ നിന്ന് പറഞ്ഞ ഒരു ചെറിയൊരു ഹോസ്പിറ്റലായതുകൊണ്ട് ECG എടുക്കണമെന്ന് പറയാൻ ECG എടുക്കാൻ വേറൊരു ഹോസ്പിറ്റലിലേക്ക് കടന്നു. അവിടെ ചെന്നപ്പോൾ സാഹചര്യം വളരെ മോശമായിരുന്നു. അങ്ങനെ വണ്ടാരത്തേക്ക് കൊണ്ടുപോകാൻ പറഞ്ഞു. അങ്ങനെ വണ്ടാരത്തേക്ക് കൊണ്ടുപോകുന്ന വഴി എൻ്റെ പ്രിയപ്പെട്ട ഈ ലോകത്തിൻ്റെ വരപ്പിൽ നിന്ന് മാറ്റപ്പെടുവാനിടയായി. അങ്ങനെ ഞാൻ ഒത്തിരി ഭാരപ്പെട്ടു കഴിഞ്ഞപ്പോൾ സ്വന്തം ഉറക്കമില്ലാത്ത ദിവസം ഉണ്ടായിരുന്നു. എനിക്ക് പിന്നെ ദൈവാസനം ഞാൻ പെട്ടെന്ന് പറഞ്ഞു മനസ്സിലാവും. എനിക്ക് സ്വന്തം ഉറക്കമില്ലാത്ത ദിവസമുണ്ട്. അപ്പോഴേക്കും ഞാൻ ഉറങ്ങുവാൻ തക്കവണ്ണം ഇടയായി. ദൈവത്തിന്റെ വചനമാണ് സ്വന്തം എന്നെ ഉറപ്പിച്ചത്. ദൈവത്തിന്റെ വചനത്തിൽ പറയുന്നു 4-ാം സങ്കീർത്തനത്തിന്റെ അവസാന വാക്യം പറഞ്ഞ് സമാധാനത്തോടെ കിടന്നുറങ്ങും നീയുള്ള ഹോവേ നിർഭയം വസിക്കുമാറ് എന്ന് പറയാൻ തക്കവണ്ണപ്പെടെ. അങ്ങനെ ഉറങ്ങുവാൻ തക്കവണ്ണപ്പെടെ. ഒരു മെന്റൽ രോഗിയുടെ അവസ്ഥയായിരുന്നു എൻ്റെ ജീവിതം സ്വതം. എല്ലാവരും എന്നെ രൂക്ഷമായിട്ട് നോക്കുമായിരുന്നു. മാനസിക രോഗി നോക്കുന്നതൊക്കെ നോക്കുക. ഞാൻ ഉറങ്ങിയിട്ട് മാസങ്ങളായി സ്വതം. 2 ദിവസം ഉറങ്ങിയില്ലെങ്കിൽ അവൻ മാനസിക രോഗിയാണ്. അപ്പം പിന്നെ 3 മാസത്തെ കാര്യം പറയണം. പക്ഷെ ദൈവം എന്നെ ഉറക്കുവാൻ തക്കവണ്ണം അവിടെ യേശുദ്ധം. കഷ്ടതയുണ്ട്, പ്രതിസന്ധിയുണ്ട്. അവൻ സ്വന്തം അല്പസമയം ഒരു വചനം പറഞ്ഞാൽ പെട്ടെന്ന് ഇരിക്കുവാൻ ആഗ്രഹിക്കുന്നു സ്വന്തം. അതിനാധാരമായി 1 പത്രോസിന്റെ ലേഖനം 4-ാം അധ്യായം 16-ാം വാക്യം. 1 പത്രോസിന്റെ ലേഖനം ക്രിസ്ത്യാനിയായിട്ട് കഷ്ടം സഹിക്കേണ്ടി വന്നാലും ലജ്ജിച്ചു പാടും. ഈ നാമം ധരിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തും. പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹമേറിയ നല്ല സമയത്തിനായി സ്തുതിക്കുന്ന വാഴ്ത്തുന്ന കർത്താവേ, വചനം നിന്റെ തന്നെ ചന്തമുചിതമായി വിളമ്പുവാനായിട്ട് സഹായിക്കണം. ശക്തീകരിക്കണം, ബലപ്പെടുത്തുവാനാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. വചനത്തിന് വിരുദ്ധമായിരിക്കുന്ന എല്ലാ പോരുകളെയും ശാസിച്ച് അകറ്റി പ്രാർത്ഥിക്കുന്നു. ദൈവപ്രവൃത്തിയോട് വെളിപ്പെടുവാനാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് പ്രാർത്ഥനയാതിനും കേട്ട കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. നമുക്ക് എന്ത് കൊടുക്കാനുണ്ട് ദൈവത്തിന്? സ്തുതികളെല്ലാം നാം എന്ത് കൊടുക്കും? ചെറിയ കൂട്ടമാ. അതുകൊണ്ട് ദൈവം നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ചെറിയ കൂട്ടമേ ഭയപ്പെടേണ്ടതാണ്. സങ്കീർത്തനക്കാരൻ ദാവീദ് പറഞ്ഞു, യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, വല്ലപ്പോഴുമല്ല നാം യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും. ഭക്തനായ മനുഷ്യൻ വീണ്ടും പറയണം, സങ്കീർത്തനത്തിൽ പറയണം, ഞാൻ പാട്ടോടെ യഹോവയെ സ്തുതിക്കും, സ്വത്രത്തോടെ അവനെ മഹത്വപ്പെടുത്തും. അത് യഹോവയ്ക്ക് കാളയേക്കാൾ തുമ്പും കുളമ്പുകളും ഊരിയേക്കാൾ പ്രസാദകരമല്ലോ. അതുകൊണ്ട് സൗമ്യതയുള്ളവർ സന്തോഷിക്കും. സൗമ്യതയുള്ളവർ ആരാന്ന് വെച്ചാൽ ഞാനും നിങ്ങളോ സൗമ്യതയുള്ളവർ അല്ലേ? സൗമ്യതയുടെ ഫലം എന്താന്ന് നമുക്കറിയാം അല്ലേ? ആത്മാവിന്റെ ഫലം എന്താ? അവിടെ സൗമ്യത പറയുന്നുണ്ട്. ആത്മാവിനുള്ള സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്ത, സൗമ്യത, ഇന്ദ്രിയം. ഈ വകയ്ക്ക് വിരോധമായി ഒരു ന്യായ പ്രമാണവും ഇല്ല. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഈ പാസ്റ്റർ ഈ വചനം മാത്രമാണ്. ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് വർഷത്തും രക്ഷിക്കപ്പെടും. നമുക്കോ
ദൈവശക്തിയാണ്. അതുകൊണ്ട് ആ വിഷമത്തിലും പ്രയാസത്തിലും പ്രതിസന്ധികളും ഇരിക്കുന്നവര് ദൈവത്തിന്റെ വചനം കേൾക്കുമ്പോൾ നാം ധൈര്യപ്പെടും. മനുഷ്യന്റെ വാക്കുകൾ നമ്മെ ധൈര്യപ്പെടുത്തത്തില്ല, നമുക്ക് പ്രത്യാശ തരത്തില്ല, നമ്മളെ ബലപ്പെടുത്തത്തില്ല. മറിച്ച് ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനം നമ്മളെ സ്വന്തം ഹല്ലേലൂയ നമ്മളെ ശക്തീകരിക്കും. അതുകൊണ്ട് അവിടെ പറഞ്ഞ ഭക്തനായ മനുഷ്യൻ പറയുക, ക്രിസ്ത്യാനിയായിട്ടും കഷ്ടം സഹിക്കേണ്ടി വന്നാലും ലജ്ജിക്കരുത്. ഈ നാമം ധരിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തണം. കഷ്ടത ഉണ്ടത് ക്രിസ്ത്യ ജീവിതം. എപ്പോഴും ഞാൻ കഷ്ടതയെ കുറിച്ച് പ്രസംഗിക്കും, കാരണം ഞാൻ കഷ്ടതയെ കൂടെ വന്നു. അപ്പൊ ഈ കഷ്ടത മാത്രമാണ് പ്രസംഗം അല്ല. ഇനിയിപ്പോ എന്റെ ജീവിതത്തിൽ കഷ്ടത വരുമ്പോൾ ഒത്തിരി കാര്യങ്ങൾ മുൻപ് ഞാൻ പ്രസംഗിക്കുന്ന ഒരു വചനം ഉണ്ടായിരുന്നു, എന്റെ കൃപ നിനക്ക് മതി, അത് ബലഹീനതകൾ തികഞ്ഞു വരും. ഇതെന്നോട് സംസാരിച്ച് വരുന്ന വസ്തുത. പക്ഷെ ഇവിടെ കഷ്ടത സഹിക്കണമെങ്കിൽ കഷ്ടത സഹിക്കാൻ വേണ്ടി അതിനപ്പുറം ഒരു കൃപ വേണം. അതുകൊണ്ട് തിമോഥെയോസിന്റെ ലേഖനം എഴുതുമ്പോൾ, തന്റെ നിജപുത്രനായ തിമോഥെയോസിന്റെ ലേഖനം താൻ എഴുതുമ്പോൾ ഇത് കഷ്ടമായി ഇങ്ങോട്ട് വരലെന്നല്ല പറയുന്നത്. 2 തിമോഥെയോസിന്റെ ലേഖനം 2-ാം അധ്യായം 1-ാം വാക്യം, എന്റെ മകനെ ക്രിസ്തുയേശുവിന്റെ കൃപയാൽ ശക്തിപ്പെടുക, നീയും പല സാക്ഷികളും മുമ്പാകെ എന്നോട് കേട്ടത് മറ്റുള്ളവരെ ഉപദേശിപ്പാൻ സമർത്ഥരായ വിശ്വസ്ത മനുഷ്യരെ പരിമേൽപ്പിക്കുക. ക്രിസ്തുയേശുവിന്റെ നല്ല പഠനം നീയും എന്നോടുകൂടെ കഷ്ടം. അപ്പൊ ഇത് എന്ത് ചെയ്യണത്? കൃപ വേണം. അതിന് കൃപയാ വന്നെന്നുള്ളൊരു ചിന്ത വേണം. കൃപയിലാ ഞാൻ നിങ്ങൾ വന്നൊരു ചിന്ത വേണം. അത് കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം കൊണ്ട് രക്ഷിക്കപ്പെട്ട്, അതിന് നിങ്ങളെ കാരണമല്ല, ദൈവത്തിന് ദാനമത്രേ. ആരും പ്രശംസിപ്പാൻ പ്രവർത്തികളും ഈ വചനമാണ് നമ്മളെ ഉറപ്പിക്കുന്നത്. നമ്മളെ ഞാൻ പരാജയപ്പെട്ടാണ്, കർത്താവിന്റെ വചനമാണ്, സ്വർഗത്തിലേക്ക് വചനമാണ്. ഇത് മനുഷ്യൻ പുറമെ നോക്കുമ്പോ ഹൃദയത്തിലെ നിരൂപണ എന്നൊരു ദൈവമുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത്, ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യം ഇരുവായത്തുള്ള ഏത് ഭാഗങ്ങൾ മൂർച്ചയായിരുന്നു, പ്രാണനെ ആത്മാവിനെ സന്ധിവഞ്ചകളെ വേർപിടിക്കും വരെ തുളച്ചു ചെല്ലുന്ന ഹൃദയത്തിലെ ചിന്തകളെ പാവങ്ങളെ വിവേചിക്കുന്ന ആ ദൈവത്തിന്റെ വചനം. അത് കർത്താവായ യേശു ക്രിസ്തു. അത് യോഹന്നാന്റെ സുവിശേഷം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എനിക്കറിയാം നിങ്ങളെ 1 മണിക്കൂറൊക്കെ നിർത്താനും കുറെ പാട്ടും കാര്യമൊക്കെ കുറിച്ച്, പക്ഷെ സമയമല്ല. അതുകൊണ്ട് എന്ത് വന്നാലും വേണ്ടില്ല, ഞാൻ പാടുന്ന ഒരു പാട്ടുണ്ട്, എനിക്കെന്റെ യേശുവിനെ കണ്ടാൽ മതി, എനിക്കെന്റെ യേശുവിനെ കണ്ടാൽ മതി, ഒരു ദിവസം ഞാൻ വരാം, ഈ വേദികൾ എനിക്ക് തരുന്നതറിയാം സ്വന്തം, അന്നായിരുന്നു പാടാം സ്വന്തം. ഇപ്പൊ എനിക്ക് വലിയ ദൈവദാസനുണ്ട് സ്വന്തം. അപ്പം ക്രിസ്ത്യാനിയായിട്ട് കഷ്ടം സഹിക്കാൻ വന്നാലും ലജ്ജിക്കരുത്. ഈ നാമം ധരിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തണം. ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തണം. ഒത്തിരി ചോദ്യങ്ങൾ നിങ്ങളോടുണ്ട്, എല്ലാവരോടും ചുട്ടു. ക്രിസ്ത്യാനി ആയിട്ടല്ലേ നിനക്ക് കഷ്ടം വന്നത്? നീ ഇവരിൽ നിന്ന് വന്നിട്ടല്ലേ, നീ പോയിട്ടല്ലേ? എന്നെ ഇന്ന് കണ്ടതാണ്. കൂടുതലും ക്രിസ്ത്യ ഹിന്ദു ബാക്ക്ഗ്രൗണ്ടിൽ മകനുള്ള കാര്യങ്ങളിലൊക്കെ വരുമ്പോഴാണ് നമ്മൾ ചോദ്യം വരുന്നത്. എന്നെ സംബന്ധിച്ച് എനിക്ക് ഒത്തിരി ചോദ്യം വന്നിട്ടുണ്ട്. എന്നോട് ചോദിച്ചിട്ടുണ്ട്, സഹോദരൻ നീ എന്നാ വിശ്വാസത്തിലായി? ഒരു പാട്ട് പോലും ചോദ്യം പാടാൻ പറ്റത്തില്ല. പക്ഷെ ഒരു ഡിലേ വെച്ചാൽ കേട്ടോ, ഒരു പാട്ട് പോലും ചോദ്യം പാടാൻ പറ്റത്തില്ല. ഞാനും എന്റെ പെട്ടെന്ന് ഇരിക്കട്ടെ, ഞാനും എന്റെ സഹോദരനുമായിട്ട് യാത്ര ചെയ്യുന്ന സമയത്ത് എന്റെ പാട്ടൊക്കെ ചെറുതല്ല, അങ്ങനെ ശീലിച്ചു. എനിക്ക് അങ്ങനെ പതുക്കെ പാടാറില്ല. അപ്പൊ ഞാൻ ഈ വയലിൽ കൂടി ഇങ്ങനെ വരുന്ന സമയത്ത് ഞങ്ങൾ പാടുന്നുണ്ട്. അപ്പൊ ഞാനിങ്ങനെ പാടി, അപ്പനും അമ്മയും വീടും ധനങ്ങളും വസ്തു സുഖങ്ങളും കർത്താവത്രേ, പൈതൽ പ്രായം മുതൽ ഇന്നേ വരെ എന്നെ പോറ്റി പുലർത്തിയ ദൈവം മതി. പാട്ട് നല്ലതാ, മോനെ ക്ഷമിക്കണോ മോനെ, പാട്ട് നല്ലതാ. ചോദ്യം, എന്റെ ബുദ്ധിമണ്ഡലൊരു ചോദ്യം, നീ ആ പാട്ട് പാടുന്ന അദ്ദേഹം പാടിക്കോട്ടെ. അദ്ദേഹത്തിന്റെ പേര് വിനോയ്, എന്റെ പേര് കാർത്തികേയൻ. അവന്റെ അപ്പൻ ചെറുപ്പം മുതലേ പാസ്സാ.
വിശ്വാസത്തിൽ പേര് തന്നെ കേട്ടാൽ അറിയാലോ, ബിനോയ് ജോസഫ്. എന്റെ പേരോ കാർത്തികേയൻ. എന്നോട് ചോദിക്കുന്നു, പാടുന്നതിന് കുഴപ്പമില്ല, അതിനകത്ത് ഒരു വരിയാണ് പുള്ളിക്ക് ഇഷ്ടപ്പെടാൻ. പൈതൽ പ്രായം മുതൽ ഇന്നേ വരെ പോറ്റിപ്പുലർത്തിയ ദൈവം മതി. അത് അയാൾ പാടിക്കോട്ടെ, നിങ്ങൾ പാടാനുള്ള കാര്യം ഞാൻ എന്നാ വിശ്വാസമുണ്ടായോ? ഇത് ചോദിക്കുമ്പോൾ കൂട്ടുകാർ ചോദിക്കുമ്പോഴും നമ്മൾ പതറി പോലെ, കൂട്ടുകാർ ചോദിക്കുമ്പോഴും പതറി പോയി. ശരിയാ, പറഞ്ഞ ശരിയാണ്, ബൈബിൾ കൊടുത്തത് ശരിയാണ്, നീ പറഞ്ഞ ശരിയാ, നീ പറഞ്ഞ ശരിയാ. പക്ഷേ ഇല്ല, ലോകസ്ഥാപനത്തിന് മുൻപ് നമ്മെ കണ്ടതാ. എഫേസ്യ ലേഖനം വായിക്കുന്ന 1-ാം അധ്യായം 4-ാം വാക്യം, നാം തന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിന് ലോകസ്ഥാപനത്തിന് മുൻപ് നമ്മെ അവർ തിരഞ്ഞെടുക്കുകയും തിരുവിധത്തിന്റെ പ്രസാദപ്രകാരം യേശുക്രിസ്തു മുഖാന്തരം നമ്മെ ദത്തെടുക്കേണ്ടതിന് അവൻ പ്രിയനായ നമുക്ക് സൗജന്യമായ തന്റെ കൃപാമഹത്വത്തിന് പൂഴ്ചയ്ക്കായി സ്നേഹത്തിൽ നമ്മെ മുൻനിയമിച്ചു. എന്റെ സമയത്തിന് എനിക്കൊരു വിദ്യാഭ്യാസ യോഗ്യതയൊന്നുമില്ല. നിങ്ങൾ പറയുന്ന സമയത്ത് ഞാൻ ഒരു നല്ലോണം പ്രസംഗിച്ചിട്ടുള്ളില്ല സോ, പക്ഷേ ഞാനൊരു കൺവെൻഷൻ പ്രസംഗിച്ചു. പക്ഷേ എന്നോട് പറഞ്ഞു ഞാൻ പറഞ്ഞു വേറെ എന്തെങ്കിലും ആർക്കും അല്ല ഭാഷ ഭാഷ തന്നെ. അപ്പൊ നിങ്ങൾ വിളിക്കും ഞാൻ വിദ്യാഭ്യാസം ശരിക്കും ബൈബിൾ പോലും വായിക്കാൻ അറിയത്തില്ല, ഇപ്പം വായിക്കും കേട്ടോ. ഇല്ല, പിന്നെ എന്താണെന്നറിയോ, യഹോഭക്തി ജ്ഞാനത്തിന്റെ ആരംഭം. ഇതിനകത്തുള്ള കാര്യം മാത്രമേ എനിക്ക് പറയാനുള്ളൂ. വേറെ ലോകപരമായിട്ട് എനിക്ക് ഒന്നും പറയാനറിയില്ല, എനിക്കതിന് സമയമില്ല. ഇപ്പൊ ഇനി വലച്ചായിട്ട് പഠിച്ചിട്ട് കർത്താവിനെ ഉയർത്തുക എന്നുള്ള കാര്യമുള്ളൂ. അപ്പൊ കൃപയാലും നിങ്ങൾ വിശ്വാസം പോലെ രക്ഷിക്കപ്പെടാൻ നിങ്ങൾ കാരണമല്ല, ദൈവത്തിന്റെ ദാനമത്രേ. വായിക്കുന്നുണ്ടോ, നാം തന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്ക. പലപ്പോഴും ഇതൊക്കെ നമ്മൾ ഞാനൊരു ചിലപ്പോൾ ഒരു നിഷ്കളങ്കനെ പോലെ ചിലവരൊക്കെ പറയാറുണ്ട്. പക്ഷെ എനിക്കത് ഇഷ്ടമല്ല. ഞാൻ നിഷ്കളങ്കനല്ലാന്ന് വെച്ച് പ്രതികരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കും, പക്ഷെ പറ്റുന്നില്ല. പക്ഷെ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താ, നാം തന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരമാകേണ്ടതിന് ലോകസ്ഥാപനത്തിൽ മുമ്പേ നമ്മെ അവർ തിരഞ്ഞെടുക്കുകയും തിരുവിധത്തിന്റെ പ്രസാദപ്രകാരം യേശുക്രിസ്തു മുഖാന്തരം ദത്തെടുക്കേണ്ടതിന് അവൻ പ്രിയനായ നമുക്ക് സൗജന്യമായ കൃപാമഹത്വത്തിന്റെ പൂഴ്ചയ്ക്കായി സ്നേഹത്തിൽ, അതുകൊണ്ട് തന്റെ ഏകജാതനായ പുത്രൻ വിശ്വം ഏവരും നശിച്ചു പോകാൻ നിത്യജീവൻ പ്രാപിക്കുന്ന ദൈവം നൽകണം തക്കവണ്ണം. ഞാൻ വചനത്തിലൂടെ അല്ല പറഞ്ഞു, വചനത്തിലൂടെ പറഞ്ഞു. അപ്പൊ ക്രിസ്ത്യാനിയായിട്ട് കഷ്ടം സഹിക്കേണ്ടി വന്നാൽ റോമാലേഖനം 32-ാം വാക്യം വായിക്കുന്നത്, കഷ്ടത സഹിഷ്ണുത, സഹിഷ്ണുത സിദ്ധതയും, സിദ്ധത പ്രത്യാശയും ഉളവാക്കുന്നു. പ്രത്യാശിക്കോ? അതുകൊണ്ട് കർത്താവിന് ഈ ദൈവത്തിന്റെ സ്നേഹമൊക്കെ ഓർക്കുമ്പോൾ പാട്ടുകാരൻ പറയുന്നുണ്ട്, എന്നെ നേടുന്ന സന്തോഷമൂർത്തത സഹിച്ചു മരിച്ചനാഥനെ. ധ്യാനിക്കണം, ധ്യാനിക്കണം, മാനിക്കണം. അത് അന്നൊരു ക്ഷീണം പറ്റില്ല. ധ്യാനിക്കണം, ധ്യാനിച്ചും മാനിച്ചും സേവിച്ചും പോകയിൽ ക്ഷീണമെന്തെന്നറിയില്ല. കുരിശിന്റെ പാതയിൽ കുരിശിന്റെ പാതയിൽ അല്പ കഷ്ടമൊക്കെ ഉണ്ട്. പക്ഷെ അതിനപ്പുറം പൗലോസിന്റെ വർഷം പറഞ്ഞ 2 കൊരിന്ത്യയിലേക്ക് 4-ാം അധ്യായം 16-ാം വാക്യം വായിക്കുമ്പോൾ ഇങ്ങനെ വായിക്കുന്നു, നൊടിനേരത്തേക്കുള്ള ലഘുവായ കഷ്ടം അത്യന്തപരമായ ദൈവത്തിന്റെ ദേവസ്വം നിത്യകാലം ലഭിപ്പാൻ ഹേതുവായി കാണുന്നതിനല്ല കാണാത്തതിനെ നോക്കിക്കൊണ്ടിരിക്കുന്നു. കാണുന്നതോ താൽക്കാലികം. അപ്പൊ കാണുന്ന താൽക്കാലികതയല്ല. അതുകൊണ്ട് ക്രിസ്ത്യാനിയായിട്ട് കഷ്ടം സഹിക്കേണ്ടി വന്നാൽ ലജ്ജിച്ചു പോകല്ലേ. ഇത് കഷ്ടമല്ല. ഇന്ന് എന്നെ ലോകം മൊത്തം അറിഞ്ഞത് ഈ നാമം ധരിച്ചതുകൊണ്ടാ, ഈ നാമത്തെ ഉയർത്തിയോണ്ടാ. ഈ നാമത്തിൽ കഷ്ടമുണ്ടെങ്കിലും ഈ നാമത്തിൽ സകലവും കീഴ്പ്പെടുന്ന നാമം. സ്വർലോകങ്ങളിലും ഭൂലോകങ്ങളിലും അധോലോകങ്ങളിലും മുടങ്ങാൽ മടങ്ങുന്ന യേശുവിന്റെ നാമം, അല്ലെ? യേശുവിന്റെ നാമം എത്ര മടങ്ങത്തിലെന്ന് പറഞ്ഞാലും യേശുവിന്റെ നാമം. അപ്പൊ നമ്മൾ ഇത്തിരി കഷ്ടം അയച്ചോളൂ. നമുക്കറിയാം, സുന്ദരമന്റെ ആലയത്തിൽ അപ്പോസ്തല പ്രവൃത്തി 3-ാം അധ്യായം അവിടെ വായിക്കുന്നറിയാം. അവർ പറയുന്നുണ്ട്, വെള്ളിയും പൊന്നും തരാനില്ല, സ്വതം ഈ നാമം ധരിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തതിന്. ഈ നാമം ധരിക്കുന്നത് എന്നും കഷ്ടതയല്ല,
ഒരു നിത്യതയെ കുറിച്ചുള്ള വെളിപ്പാട് നമുക്ക് അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് പറഞ്ഞു തീർക്കട്ടെ. എനിക്ക് ഇതല്ല സമയം. ഞാൻ ഇനി നിങ്ങളുടെ സഭ വരുന്നുണ്ട്. അന്നെങ്കിലും എനിക്കും ഒരു സംതൃപ്തി ആവത്തുള്ളൂ. അവൻ സത്രം. അവൻ ഹല്ലേലൂയ. അപ്പം നമുക്കൊരു നിത്യതയുണ്ട്. അതാണ് നമ്മുടെ പ്രത്യാശ അല്ലേ? കർത്താവ് തൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗ്ഗത്തിൽ നിറവരും. ക്രിസ്തുവിൽ മരിച്ചവർ. അപ്പൊ മരിച്ചവരെ കുറിച്ച് നമുക്ക് പാടപ്പെടണ്ട. ഈ മരിച്ചവരെ കുറിച്ച് പാടുമ്പോ എല്ലാവരും പാട്ട് പാടില്ല. ഇതാ ഒരു പാട്ടില്ലല്ലോ. എന്താ ഈ ദേഹം നമ്മളെങ്ങനെ പറഞ്ഞ ഈ ദേഹം വിട്ടുപോകിലും ഈ ദേഹം കെട്ടുപോകിലും കാർത്തൽ കാഹളനാദത്തിൽ ഒത്തു ചേർന്നിടും നാവിനി. അത് നമ്മൾ അവിടെ പാടിയതാ. മനസ്സിലാക്കി നമ്മൾ ഇപ്പൊ പാടുന്നത് ഈ ദേഹം കെട്ടുപോകിലും അതുകൊണ്ട് സ്വന്തം കർത്തന്റെ കാലത്തിൽ പോകും. ആ പ്രത്യാശയോടെ അതുകൊണ്ട് പറയാം ഈ നാമം ധരിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തണം. അതുകൊണ്ട് ഇത്ര സമയങ്ങളിൽ ധരിച്ചെന്ന് ദൈവദാസൻ നന്ദി പറഞ്ഞു. ചിലവർക്ക് പുരുഷൻ മനസ്സിലായില്ല. ഞാൻ സ്പീഡിലായതുകൊണ്ട് ഇനി ഒരിക്കലും ഞാൻ വരുന്നതായിരിക്കും. സ്വതം നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാന്ന് പറഞ്ഞുകൊണ്ട് താഴ്മയായിരിക്കുന്നു. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.